Hi all, welcome to Study with PSC. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇത് 2023 നടന്ന പരീക്ഷയിലെ 20 ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപാദനത്തിന് ഉദാഹരണമാകാവുന്ന വസ്തു ഏത്? ഓപ്ഷൻ ബി 2 മാത്രം, കർപ്പൂരം. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപാദനത്തിന് ഉദാഹരണമാകാവുന്ന വസ്തു ഏത്? കർപ്പൂരം. ഇത് PSC പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? ഓപ്ഷൻ ബി 2%. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാണ്? 2%. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ഈഥെയിൽ മെർക്യാപ്റ്റൻ. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഈഥെയിൽ മെർക്യാപ്റ്റൻ. ഇത് PSC മിക്കപ്പോഴും GK സെക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 83ാമത്തെ ചോദ്യം അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കാരണം PSC എപ്പോഴും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് GKയിൽ. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഈഥെയിൽ മെർക്യാപ്റ്റൻ. BLEVE എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ സി ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. BLEVE എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഇതും PSC പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. BLEVE എന്നതിൻ്റെ പൂർണ്ണരൂപം ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പാസ്കലിൻ്റെ നിയമം. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കലിൻ്റെ നിയമം. ഇത് PSCയുടെ ജനറൽ GK സെക്ഷനിലെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 85ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കലിൻ്റെ നിയമം. ഇത് GKയിലൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ഓപ്ഷൻ എ ട്രംപ് കാർഡ്. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ട്രംപ് കാർഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? ഓപ്ഷൻ സി 540 kcal/kg, അതായത് കിലോ കലോറി പെർ കിലോഗ്രാം. ഇതും PSC എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനിലൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയെന്ന്. 540 കിലോ കലോറി പെർ കിലോഗ്രാം അല്ലെങ്കിൽ 540 kcal/kg എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ 2 മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. ഡിസ്ചാർജ് ഹോണ് ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? ഓപ്ഷൻ ഡി 38 ഡിഗ്രി സെൽഷ്യസ്. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? 38 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ സി വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ.
ഇത് PSCയുടെ GK സെക്ഷനിലെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ K, കട്ട K അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. കട്ടയുടെ കായും Kയും കൂടെ, വിറ്റാമിൻ Kയുടെ Kയും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതി. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ഇതെപ്പോഴും ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ PSC ചോദിക്കുന്നതാണ് കേട്ടോ. CPRന്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ആണ് ഉത്തരം. CPR കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. CPRന്റെ ഫുൾ ഫോം എന്നാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ. ഓക്കെ, താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? ഓപ്ഷൻ എ അഡ്രിനാലിൻ. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഇത് GK സെക്ഷനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. എമർജൻസി ഹോർമോൺ അഥവാ അടിയന്തര ഹോർമോൺ ഏതാണെന്ന്. അഡ്രിനാലിൻ PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് GK സെക്ഷനിൽ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഹീമോഗ്ലോബിൻ. ഇതും PSCയുടെ GK സെക്ഷനിലെയും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ഓപ്ഷൻ ബി ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവയ്ക്കണം. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവയ്ക്കണം. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്: പൊള്ളലേറ്റ ഭാഗത്തുണ്ടായ കുമിളകൾ പൊട്ടിക്കരുത്, പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുകി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. അപ്പോൾ ശരിയായ പ്രസ്താവനകളും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? ഓപ്ഷൻ എ നാലാമത്തെ പ്രസ്താവന. അറിയാവുന്ന ചികിത്സ നൽകണം. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? അറിയാവുന്ന ചികിത്സ നൽകണം. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്: പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം, അടിയന്തര വൈദ്യ സഹായം ലഭ്യമാക്കണം. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചോണേ, പ്രഥമ ശുശ്രൂഷകൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. ഓപ്ഷൻ ഡി വിഷമഭംഗം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത് വിഷമഭംഗം. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി വകുപ്പ് 66F. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 66F. ഇത് PSC ജനറൽ GK സെക്ഷനിലും ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരത അഥവാ സൈബർ ടെററിസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 66F. GK സെക്ഷനിലെ ഒരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടർ സെക്ഷനിൽ നിന്നുള്ളൊരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ 99ാമത്തെ ചോദ്യം. സൈബർ ഭീകരത അല്ലെങ്കിൽ സൈബർ ടെററിസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66F. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 66D.
കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പ് 66D. ഇതും GK സെക്ഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിക്കുന്ന ഒരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 100ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പ് 66D. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. ഓക്കെ, താങ്ക് യു.